ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആയി, നാളെ അത്തമാണ്. അപ്പോൾ ഓണം നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാറായി കേട്ടോ. അപ്പോൾ ഓണം പർച്ചേസിങ്ങിന് വേണ്ടി ഞാനും ഏട്ടനും കൂടിയിട്ട് ഇതേ പാലക്കാട് പോവുകയാണ്. അപ്പോൾ ഇന്ന് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഫുള്ള് നമ്മൾ എന്തൊക്കെ ഷോപ്പ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് ഇതേ പോകുന്നത്. കുട്ടികളാരുമില്ല, അമ്മയില്ല, അമ്മ വീട്ടിലാണ്, അമ്മ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് അമ്മ വന്നില്ല. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ആദ്യം പോകുന്നത് സാരീസ് മേടിക്കാനാണ്. അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഞമ്മയ്ക്കും ഒക്കെ വാങ്ങാനാണ്. അപ്പോൾ നമ്മൾ കൂത്താമ്പള്ളിക്കാണ് പോകുന്നത്. എപ്പോഴും നമ്മൾ അവിടെ നിന്നാണ് എടുക്കുക. ഒലവക്കോടാണ് കേട്ടോ ഉള്ളത് കട. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു നോക്കാം. അങ്ങനെ നമ്മളിത് കൂത്താമ്പള്ളി നെയ്ത്തടിക്കാണ് വന്നിരിക്കുന്നത്. ഒലോക്കോടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ വർഷവും നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കൽ. സെറ്റിൻ്റെ കൂടുതലായിട്ട് കളക്ഷൻസ് ഇവിടെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് വന്നതും എനിക്ക് ഈ ഒരു സാരിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് വേറെ കളക്ഷൻസ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി ലാവൻഡറിൻ്റെയൊക്കെ കളറ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതേപോലെ പൂക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വെച്ചൊക്കെ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഏത് സാരി എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാവും. നമ്മൾ പിന്നെ പെണ്ണുങ്ങളാവുമ്പോൾ ഒരുപാട് നമുക്ക് കൺഫ്യൂഷനായി, ഏതാ ഭംഗി എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ചേച്ചി നല്ലൊരു ചേച്ചിയായിരുന്നു. എല്ലാം അങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച് വന്നത് ഇങ്ങനത്തെ അല്ല, നമ്മൾ എന്താ പറയുക ഓൺലൈനിലൊക്കെ കണ്ട പോലെയായിരുന്നു, ഇൻസ്റ്റയിലൊക്കെ കണ്ടത്. പക്ഷേ ആ സംഭവമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായത് ഞാനൊന്ന് എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിവിടെ ഒരുപാട് കളക്ഷൻസ് ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഏട്ടനോട് ഏതാ നല്ലതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഏട്ടൻ ഏതെങ്കിലും ഒന്ന് എടുക്കുക എന്നൊക്കെ പറയണം കേട്ടോ. ഏറ്റവും കൂടുതൽ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരുന്നത് അവർക്കായിരിക്കും കേട്ടോ. നമ്മൾ പതുക്കെ സാവധാനം ഇങ്ങനെ നോക്കി എടുക്കും, ഏതാ നല്ല ഭംഗി, ഏതാ നല്ലത് ഭംഗിയുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ സെറ്റ് സാരികൾ ഇങ്ങനെ എനിക്കും അമ്മയ്ക്കുള്ള സാരിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മമ്മയ്ക്ക് സെറ്റ് മുണ്ടാണ് കേട്ടോ എടുക്കണം. അപ്പോൾ ആ ചേച്ചി നല്ലൊരു ചേച്ചിയായിരുന്നു. എടുത്ത് പറയാനുള്ള ആ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ കേട്ടോ. നല്ല സ്വഭാവമുള്ള ചേച്ചി കേട്ടോ. എന്താ പറയുക, ഒരു വിനയത്തോട് കൂടിയിട്ട് പെരുമാറി എല്ലാം അങ്ങനെ എടുത്തിട്ടിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ചേച്ചിയാണ്. അങ്ങനെ ഞാൻ എനിക്കും അമ്മയ്ക്കുള്ള സാരി അവിടെ നിന്ന് എടുത്തു. പിന്നെ അമ്മമ്മയ്ക്കുള്ള സെറ്റ് മുണ്ടും അവിടെ നിന്ന് സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സാരിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സാരിക്ക് വേണ്ട ജാക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം, പിന്നെ പാവാട എടുക്കണം. അങ്ങനെ അത് സെലക്ട് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജാക്കറ്റ് തപ്പാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സെപ്പറേറ്റ്. ഇതിൽ ജാക്കറ്റ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് ജാക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സാരിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ അമ്മയ്ക്കും എനിക്കും എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മമ്മയ്ക്ക് ആ ചേച്ചി കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മമ്മയ്ക്ക് ഗോൾഡൻ കളറാണ്, അപ്പോൾ അത് വേഗം കിട്ടും. നമുക്കാണത് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇതിന് മാച്ചായ ജാക്കറ്റ് പീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ, ഏതെടുക്കണം എന്നുള്ളത് നമുക്കറിയാതെ. അങ്ങനെ ഞാനത് ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡിഷോ സെയിം കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് മേളിലാണ് കേട്ടോ. മേളിൽ പോയിട്ട് ഷർട്ടും മുണ്ടും പിന്നെ ലച്ചുവിന് പട്ടുപാവടയൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടൻ എന്താ ഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഷർട്ടിലിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പിള്ളേർക്കൊക്കെ. പക്ഷേ എൻ്റെ നന്ദൂനും കണ്ണനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇങ്ങനത്തെ പ്രിൻ്റഡ് ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്തില്ല. സാധാരണ സിമ്പിളായിട്ടുള്ള ഷർട്ടാണ് അടുത്തെടുത്തത്. പക്ഷേ എനിക്കിതൊക്കെയാണ് കേട്ടോ ഇഷ്ടമായത്. അതേപോലെ തന്നെ നിറയെ സെറ്റിൻ്റെ ചുരിദാറൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു കളക്ഷൻസൊക്കെ. ഒരു 800 റുപ്പീസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ എല്ലാം ഉള്ളത്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഏട്ടൻ ഒരു എന്താ പറയുക ഷർട്ടും മുണ്ടൊക്കെ സെറ്റായി. പിന്നെ വീട്ടിൽ ഉടുക്കാനോ അല്ലെങ്കിൽ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടി എന്താ പറയുക ധോത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ധോത്തിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 150 ഇരുന്ന് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ലുങ്കി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാക്കാണ് ഏട്ടൻ എടുത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ പുറകിലുള്ള ഒരു ബ്ലാക്ക് ഷർട്ട് ബൊമ്മയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഏട്ടൻ അതൊന്നും ഇഷ്ടമായില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ട്രെൻഡിങ് കളക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. പക്ഷേ അതൊന്നും ഏട്ടന് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരുവിധം പർച്ചേസിങ് ഒക്കെ ഇവിടെ ഉള്ളത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സെറ്റിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ തന്നെയാണ് നമ്മൾ എടുത്തത്. നമ്മൾ പോയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിനാണ് കേട്ടോ. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിങ്ങിന് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ നമ്മൾ ബില്ലിങ്ങനെ ഇടുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയാവും എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് പേര് കോയമ്പത്തൂരിൽ നിന്ന്. അവർക്കൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ അവർക്കൊക്കെ എടുത്തു കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ.
മൊത്തം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയി പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇതേ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആകാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ഇനി അടുത്ത പർച്ചേസ് ആണ് കേട്ടോ. ഞാൻ നന്ദൂരും കണ്ണനൊക്കെ എടുക്കണം. അത് ഞാൻ അത് നമ്മൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞതേക്ക് ഇറങ്ങി. അതായത് സെറ്റിൻ്റെ എല്ലാ സാരികളും, സെറ്റ് സാരികൾ, കുട്ടികൾക്ക് പട്ടുപ്പാവാട, അതൊക്കെയാണ് കേട്ടോ നമ്മളെടുത്തത്. സൗണ്ട് കുറയ്ക്കട്ടെ. അതൊക്കെയാണ് നമ്മളെടുത്തത്. പിന്നെ ഏട്ടന് മുണ്ട്, ഷർട്ട്, പിന്നെ നന്ദൂനും അച്ഛനും ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇപ്പം സമയം വന്നിട്ട് 1 മണിയായിട്ടോ. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയം. അതായത് ഇനി പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ എനർജി മൊത്തം ഡൗൺ ആവും. എന്തോ ചിങ്ങ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട്. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ സാഗറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താ ഈ സാഗറിൽ ഇത്ര ടേസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നല്ല ഹൈജീനും അതേപോലെ തന്നെ നല്ല ഫുഡുമാണ്. നമ്മുടെ വയറിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോട്ടലുകളൊക്കെ നല്ല നല്ല ഹോട്ടലുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ സാഗർ ഹോട്ടലിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഏട്ടന് പൊറോട്ട കഴിക്കാൻ ആഗ്രഹം ഉണ്ടായി. ഏട്ടന് ഇഷ്ടമുള്ള സംഭവമാണ് ഈ പൊറോട്ട. അപ്പോൾ ഓരോ പൊറോട്ടയും ഒരു ബിരിയാണി ഞങ്ങൾ വാങ്ങിയിട്ട് പകുതിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നല്ല നാടൻ ചിക്കൻ കറിയും അതേപോലെ തന്നെ പൊറോട്ടയും പിന്നെ ഒരു ബിരിയാണി പകുതി കഴിച്ചു. പിന്നെ ജ്യൂസിൽ ഞാൻ എപ്പോഴും കുടിക്കുന്നതാണ് മിൻ ലൈം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫ്രഷ് മിൻറ്റ് അടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനൊന്ന് ചെറുതായിട്ട് കുടിക്കാൻ കൊടുത്തു. ഏട്ടൻ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാനത് കുടിക്കും എപ്പോഴും. ഏട്ടൻ ജ്യൂസൊന്നും അങ്ങനെ കുടിക്കില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മിൻ ലൈമാണ് കുടിക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. നല്ല എന്താ പറയുക, വയറ് നല്ല സുഖം ഉണ്ടാവും കേട്ടോ കഴിക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിത് വീണ്ടും കാറിലേക്ക് കയറാൻ അടുത്ത് നമ്മൾ സാഗർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കയറാം കേട്ടോ. കാരണം ഞങ്ങൾ 2 പൊറോട്ടയും പിന്നെ ഒരു ബിരിയാണിയും പറഞ്ഞു. അപ്പം അത് കഴിച്ചിട്ട് എൻ്റെ അമ്മ ഒടുക്കത്തെ ചൂട്. നമ്മുടെ പാലക്കാട് ചൂട് വന്നാൽ ഒടുക്കത്തെ ചൂടും, മഴ വന്നാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. ഉല്ലാസത്തോന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ അടുത്ത ഷോപ്പിങ്ങിന് പോവാണ്. എന്താ എടുത്താ ഒന്നും പറയുന്നില്ല. ഷോപ്പിംഗ് ഒക്കെ നിനക്ക് പോവാ, ചെലവാക്കണതെന്നാണല്ലേ. അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് പോകാട്ടോ. നല്ല വെയിലത് അടച്ചോ. പിന്നെ നമ്മൾ പോയത് മൈക്കിട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ കുട്ടികളുടെ കളക്ഷൻസാണ് കൂടുതലുണ്ടാവുക. ട്രെൻഡിങ് കളക്ഷൻസ് ആയിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുക ഇവിടെ. അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണം, പുതിയത് ഏതാണോ മോഡൽ വന്നിരിക്കുന്നത് അത് എടുത്ത് കാണിച്ചു തരും കേട്ടോ അവർ. എന്താ പറയുക, കുട്ടികളുടെ ഒരു വലിയ കളക്ഷൻസാണ് ഉള്ളത്. അതേപോലെ നമുക്ക് വേണ്ട ചുരിദാറിനോ മറ്റേ റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഈ ചേച്ചി നല്ല അടിപൊളി ഒരു മുണ്ടും ഷർട്ടൊക്കെയാണ് എടുത്ത് കാണിച്ചത്. പക്ഷെ ഞാനത് എടുത്തില്ല. ഇവിടെ കണ്ണൻകുട്ടിക്ക് അമ്മ മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. അപ്പോൾ നല്ല 5 സ്ലീവിൻ്റെ ടീഷർട്ടുകളാണ് ഞാൻ നോക്കിയത്. നന്ദൂനും അച്ചുവിനും കണ്ണനും ഒരേപോലെ എടുക്കാന്നുള്ള ഒരു ഇതിനാണ് ടീഷർട്ട് നോക്കിയത് കേട്ടോ. ഇവർക്ക് മുണ്ടൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്താൽ മതി. പക്ഷെ അമ്മ ഇവർക്ക് മുണ്ടും ഷർട്ടൊക്കെ എടുത്തതും കൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ 3 പെൺകുട്ടികളുടെ ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. ഒന്ന് ലച്ചുവിന്, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന 2 ഗസ്റ്റ് ആയിട്ടുള്ള ചെറിയ പൊടീസ് കുട്ടികൾക്ക് കേട്ടോ. അങ്ങനെ അവർക്കും ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ 5 സ്ലീവിൻ്റെ സൂപ്പർ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ഒരേപോലെയുള്ള ഏകദേശമൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് പർച്ചേസ് കഴിഞ്ഞത് ഈ ചേച്ചിയൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ്. ഏട്ടൻ അവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മടുത്തു എന്ന് പറഞ്ഞാൽ 1.5 മടുക്കലാണ്. ആ ചേച്ചി ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണന് 5 സ്ലീവിൻ്റെ നല്ല ടീഷർട്ട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ചേച്ചിക്കും ഭയങ്കര ഹാപ്പിയായി നമ്മൾ എടുത്തപ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. എന്താ പറയുക, ഡ്രസ്സ് എടുക്കൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുത്ത് ഇപ്പോൾ സമയം 4 മണിയായി. ഏട്ടന് മതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായിട്ടു. ഏറ്റവും കൂടുതൽ എന്താ പറയുക വിഷമം പറയുന്നത് ഈ ഡ്രസ്സ് എടുക്കാനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാവണം. ഡ്രസ്സ് എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമാവും നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ. പിന്നെ സൈസ് കറക്റ്റാണോ നോക്കണം. ഭയങ്കര വലിയൊരു പണിയാണ് കേട്ടോ ഈ ഡ്രസ്സ് എടുക്കൽ. പക്ഷേ കൂടെ വരുന്നവർക്ക് അങ്ങനെ അറിയൂ നമ്മൾ കുറേ ടൈമൊക്കെ വൈകിപ്പിക്കുന്നുള്ളൊരു
ഒരു ഇതാണല്ലേ. എന്നിട്ടത് എടുക്കാണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖം വാടും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ഉണ്ടാവണം, വില നോക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇല്ലേ. അപ്പോൾ ഇതൊന്നും വരുന്ന ആൾക്കാർക്ക് അറിയണ്ട. പക്ഷെ അവർ നമ്മൾക്ക് പൈസ തന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. പക്ഷെ എടുക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, ഈ ഒരു ദിവസം പറയുമ്പോൾ ഭയങ്കര ബോറടിക്കുന്ന ദിവസം. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടാവും, അവരൊരു ഭാഗത്തും ഉണ്ടാണ്ട് മൊബൈലിൽ കുത്തിയിരിക്കും. അത് ഏറ്റവും ഒരു എന്താ പറയുക മടുപ്പുള്ള പണിയൊക്കെയാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളൊരു ദിവസം എന്താ പറയുക വിശേഷ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചേച്ചിക്ക്, ചേച്ചിയുടെ കുട്ടികൾക്ക്, അതേപോലെ ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ട്, അവർക്ക്, അവരുടെ കുട്ടികൾക്ക്, അമ്മയ്ക്ക്, അമ്മമ്മയ്ക്ക്, ഏട്ടന്, അങ്ങനെ എല്ലാവർക്കും ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കല്ലേ അറിയുള്ളൂ ഓരോന്നും നോക്കി നോക്കി എടുക്കുമ്പോൾ. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അതാണ് സത്യത്തിൽ അവസ്ഥ. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇതാ അവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും എടുത്തു കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇപ്പോൾ മക്കൾ വന്നിട്ടുണ്ടാവും, 4 മണിയായി. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ്, ഓണം പർച്ചേസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തത് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതാണ് കേട്ടോ. അത് പിന്നെ ഒരാഴ്ച ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഏതൊക്കെ ഡ്രസ്സ് എടുത്തു എന്നുള്ളത് ഞാൻ അടുത്തൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഡ്രസ്സ് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം, ആർക്കൊക്കെ എന്തൊക്കെ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നേ എല്ലാവർക്കും ബൈ.